ഹല്ലേലൂയ ഹല്ലേലൂയ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനത്തെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേ ഇവിടെ ഉടമ്പടി എടുത്ത് കാശുരൂപം കൊണ്ടുപോയി ചീന വല കെട്ടി. അപ്പോൾ അവൾ പറഞ്ഞ സാക്ഷ്യം വെച്ചാൽ ഇപ്പം കെട്ടിയിട്ട് 6 മാസമായി. ഇന്ന് വരെ അതായത് മത്സ്യം ഒഴിയണില്ല. സമൃദ്ധമായി രാത്രിയും പകലും ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രയോഗമാണ്. ശൈലജ ഷൈജു ചെയ്തിരിക്കുന്നത്. അവൾ അത് ഞങ്ങളെങ്ങനെയാണ് അത് ചെയ്യണത്? അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു, ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ്. ആ വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ പവർ, രക്ഷ. ഇപ്പം രക്ഷ പ്രാപിക്കണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ. അതായത് ഇപ്പോൾ റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ആരാണ്? അതായത് ശമൂവേൽ പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാരാണ്? ഉണ്ണീശോയെ കൈ കൊടുത്തപ്പോഴാണ് ശമൂവേൽ പറയണത് എന്താണിത്? പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് അക്രൈസ്തവരായ സഹോദരങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇടിവെട്ട് സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എന്താ കാര്യം? ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന. ശമൂവേൽ കണ്ടത് ആരെയാണ്? ആരെ കണ്ടത്? ഈശോനെ. അപ്പം രക്ഷ ആരാണ്? ഈശോ. അപ്പം ഈ ഈശോയെ നമ്മൾ ഈശോ ബേസിക്കലായിട്ട് ആരാണ്? 1 കൊരിന്ത്യർ 1:24 എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്താണ് ഈ ജ്ഞാനം കിട്ടിയത്? ഹൗ ടു ഡു ഇറ്റ്, അതിൻ്റെ നോ ഹൗ, അതാണ് ജ്ഞാനം. അത് പ്രയോഗത്തിൽ വരുന്നതാണ് ശക്തി. അപ്പോൾ ഇതെങ്ങനെയാണ് യേശുക്രിസ്തുവിന് ശക്തി ജ്ഞാനം കിട്ടിയത്? അത് അറിയണമെങ്കിൽ നമ്മുടെ ദാനിയേൽ 2:20 ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാനിയേൽ 2:20 അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. ഇപ്പൊ ദൈവം തൻ്റെ സാന്നിധ്യം നൽകണത് എന്ത് പ്രതീകത്തിലാണ്? നാമം എന്ന പ്രതീകത്തിലാണ്. പേര്. ഇത് വളരെ സീരിയസ് വിഷയമാണ്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. അതായത് ദൈവം തൻ്റെ ശക്തി, ജ്ഞാനം അത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ള സ്ഥിതി എന്താണ്? നാമമാണ്. നാമം, പേര്. ആ പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? ജ്ഞാനവും ശക്തിയും, ആ സിദ്ധാന്തവും പ്രയോഗവും, ഒരു കാര്യം എങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ജ്ഞാനവും നമുക്ക് ഇപ്പം യേശുവിൻ്റെ നാമം, യേശു നമ്മളിൽ സംലഭ്യമാകണത് എന്തിൻ്റെ പേരിലാണ്? നാമമായിട്ടാണ്. നാമം. ഇപ്പം 4:12 നടപടി പുസ്തകം. സ്തുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ കർത്താവായ ക്രിസ്തുവിന്റെ നാമം ഒഴികെ മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി
ദർ ഇസ് നോ അതർ നെയിം ഇസ് ഗിവൺ ദ നെയിം, അതായത് വേറെ നാമവും നൽകപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ്? ക്രിസ്തുവിൻ്റെ നാമം. ഈ ക്രിസ്തുവിൻ്റെ നാമത്തെയാണ് നമ്മൾ എന്തു ചെയ്യും? ഗ്ലോറിഫൈ ചെയ്യും. ഇതിൻ്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം നമ്മൾ. ക്രിസ്തുവിൻ്റെ നാമത്തെ അത് അതിൽ നിന്ന് പവർ അടിക്കാൻ, ആ നാമത്തിൽ നിന്ന് ജ്ഞാനം നമുക്ക് ലഭിക്കാൻ, രണ്ട് കാര്യമാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് പവർ, ശക്തി. രണ്ടാമത്തെ എന്താണ്? ജ്ഞാനം. ഹൗ ടു ഡു ഇറ്റ്, അതിൻ്റെ നോ ഹൗ, ജ്ഞാനസൂത്രം ഉണ്ടാ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ഈ നാമത്തിൽ നിന്നാണ്. അപ്പം നാമത്തെ നമ്മൾ എന്താ ചെയ്യണത്? സാധാരണ നാമത്തെ എന്താ ചെയ്യണത്? ദൈവം ശക്തിയിലും ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവൻ്റെ നാമത്തിലാണ്. അപ്പം നാമത്തെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. യോഹന്നാൻ 17:1. യോഹന്നാൻ 17:1. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, പറഞ്ഞ പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 12 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, ആരാധന. യോഹന്നാൻ 12:28. യോഹന്നാൻ 12:28. പിതാവേ, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും, ഇനിയും മഹത്വപ്പെടുത്തും. ഇതാണ് സംഭവം. അതായത് ഇതിൻ്റെ ഒരു എന്താണ്, ബൈബിളിൻ്റെ ഒരു സാങ്കേതിക വിദ്യയാണ് ഞാൻ പറയണത്. അത് നമ്മളുടെ മുമ്പിൽ ഉള്ള ഒരു ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നപ്ഷലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് പിതാവിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് ഉള്ളത് എവിടെയാണ്? ഉടമ്പടിയിലാണ്. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റെഫി എന്താ ചെയ്തത്? സ്റ്റെഫിയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ കുട്ടി എന്ത് പറ്റി? അതിനെ അവൾക്ക് സ്റ്റെഫിക്ക് വയറ്റും മുഴ, പിന്നെ എന്താണ്, ഗർഭസ്ഥ ശിശുവിൻ്റെ തലയുടെ അകത്ത് മുഴ, ഹൃദയത്തിൽ മുഴ. അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ അറിയാമല്ലോ. അവളെന്താ ചെയ്തിരിക്കണത്? അവളവിടെ, അതായത് ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ബെറ്റർ ടു അബോർട്ട് ഇറ്റ്. പക്ഷേ സ്റ്റെഫി അബോർട്ട് ചെയ്യാൻ തയ്യാറല്ല. എന്താ കാര്യം? അവളെ ദൈവത്തെ ആശ്രയിക്കുന്നു, ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി, പിതാവേ, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മഹത്വപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യണത്? മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? നമുക്ക് ചെയ്യാവുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സുവിശേഷം സാക്ഷ്യമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? ബേസിക്കലായിട്ട് യു ആർ ഗ്ലോറിഫൈങ് ദ നെയിം ഓഫ് ജീസസ്, അല്ലേ? ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെയാണ് മഹത്വപ്പെടുത്തണത്? 17:4 എടുത്ത യോഹന്നാൻ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 17:4. യോഹന്നാൻ 17:4. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് അവരെ തടവി സ്നേഹിച്ച് നിർത്തുന്നത്. എന്താണ്? ഞാനവരോട് പറയും, ഇത് കർത്താവ് കൽപ്പിച്ചിരിക്കണ വരെ നീ നിന്നെ ഏൽപ്പിച്ച ജോലി അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ മുന്നേറണം. ഞാൻ നിനക്ക് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറയും. അഭിഷേകമായിട്ട് ശക്തി കൊടുക്കും.
ചിലപ്പോൾ കുട്ടിക്ക് ചിലപ്പം ചില കുട്ടികളെ, ചില ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യമുണ്ട്. പക്ഷേ ചില കുഞ്ഞുങ്ങളെ സുഖപ്പെടാത്ത സാക്ഷ്യമുണ്ട്. അപ്പോൾ അതിന് പകരം എന്താ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്? ശക്തി കിട്ടും. എന്തിനാണ് 17:4 അനുസരിച്ചുകൊണ്ട്, അതായത് ഈ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന മുടക്കിക്കളയരുത്. മനസ്സിലായോ? ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും പിന്നീടേ മനസ്സിലാകത്തുള്ളൂ. അതാണ് 13:7 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 13:7 യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. അപ്പൊ നമ്മളുമായിട്ട് യേശു ഇപ്പോഴുള്ള ഒരു ജീവിതത്തിൽ തീരുകയില്ല. ഒരു IELTS പാസ്സായി ജീവിതം ക്ലോസ് ചെയ്യാൻ പോകണില്ല. ഒരു പിന്നീടുണ്ട്. ഇതെപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവായിട്ട് ഇടപാട് വെക്കാൻ ഉദ്ദേശിക്കുന്ന മക്കളെ ഇപ്പോഴും ഉണ്ട്, ഒരു പിന്നീടും ഉണ്ടെന്ന് ഓർക്കണം. നമുക്ക് ഇപ്പോഴല്ലേ ഉള്ളു എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങളുടെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. പ്രലോഭമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ചിലർക്ക് വരുന്ന മണ്ടത്തരം എന്താണെന്നറിയോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില ആൾക്ക് പെരുന്നാളിനൊക്കെ വളയം എറിയാൻ പോകില്ലേ? ആദ്യത്തെ വളയം എറിയുമ്പോൾ മേശ തട്ടിപ്പോവും, രണ്ടാമത്തെ തട്ടിപ്പോവും. അപ്പോൾ ചില ആൾക്കാർ കളി അവിടെ വെച്ച് നിർത്തി. എനിക്ക് കഴിയല്ല, എന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ടില്ല വളയം എറിയിച്ചത്, അല്ലാതെ മേശ തട്ടി താഴെ പോയില്ല, ഒരു സോപ്പ് പെട്ടി പോലും കിട്ടിയിട്ടില്ല. ഇങ്ങനെ വളയം എറിയാൻ വേണ്ടി ചില ആൾക്കാർ മുടമ്പടി എടുത്ത് നടക്കുന്നുണ്ട്. എന്തൊരു കഷ്ടം. അവർ 2-3 നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ കട്ടയും പടയും മടക്കും. അതേ നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇപ്പം നമ്മൾ ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന എല്ലാ വചനങ്ങൾക്കും ഒരു പ്രസൻറ്റ് ടെൻസും ഉണ്ട്, ഒരു ഫ്യൂച്ചറുമുണ്ട്. ഫ്യൂച്ചർ അതായത് ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. നിങ്ങളൊരു മനുഷ്യനോട് ഇടപെട്ടെങ്കിൽ നിങ്ങളെ ഇന്ന് കാണുന്നു, ചിലപ്പോൾ നാളെ കാണത്തില്ല. ഇപ്പം തരാമെന്ന് പറഞ്ഞില്ലേ, എന്നാൽ മേടിച്ചോ, ചിലപ്പോൾ ചത്തുപോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും അല്ലേ? ഇപ്പം നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞല്ലേ അച്ഛൻ, അപ്പോൾ ഉടനെ വീട്ടിൽ വന്ന് പറഞ്ഞ് അച്ഛൻ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ്, അപ്പോഴും ഉടനെ മേടിക്കുക, എടി കയ്യോടെ മേടിച്ചു ആ അച്ഛന്. അപ്പോൾ അച്ഛന് എത്ര വയസ്സുണ്ടടി? അച്ഛന് 10, 65, 70 വയസ്സുണ്ട്. അവൻ്റെ അമ്മോ മിക്കവാറും തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ മനുഷ്യന്മാർ ഇടപെടുന്നത്. എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ കയ്യോടെ മേടിക്കാൻ പറയും, അല്ലെങ്കിൽ ആളപ്പിനെ കാണത്തില്ല. പക്ഷെ ദൈവത്തോട് ഇടപെടുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രെയർ ഫ്ലോപ്പായെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രെയർ ഫ്ലോപ്പാകത്തില്ല, അൺആൻസേർഡ് ആകും. അൺആൻസേർഡ് പ്രെയറുണ്ട്, സൈലൻ്റ് ആൻസറുണ്ട്. ഇപ്പം സൈലൻ്റ് ആൻസർ കാര്യം ഇത് ഭയങ്കര ക്ലെവർ ബിസിനസ്സാണ്. ബുദ്ധിപരമായി ഈ തലയിൽ എന്തെങ്കിലും ആൾപ്പാർപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയായി തുടരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ഒരു ആഴ്ച വിശ്വാസിയായി പോകും. ആഴ്ച ചിട്ടിയെന്ന് പറഞ്ഞ പോലെ ആഴ്ച വിശ്വാസി തീർന്ന്. ഒരു കരിമരുന്നിനുള്ള ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് വെച്ച് ഉടമ്പടി ചെയ്ത് പിന്നെ അത് വർക്കൗട്ട് ചെയ്തില്ല, ഈ ആൾ അവിടെ വെച്ച് കട്ടയമ്പടവും മടക്കി അങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ആൾക്കാരെയൊക്കെ ഒന്നും പടാപടാന്ന് കാണാത്തതിൻ്റെ കാരണം എന്താണ്? കാര്യം ഇതുപോലെ അലപലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാര്യം ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് വെച്ചുള്ള കാച്ചാണ്. ചില ആൾക്കാരെ പറയത്തില്ലേ, ഒന്ന് അകപ്പാടെ ഇതുകൊണ്ട് മിന്നിച്ചേക്കണമെന്ന് പറഞ്ഞ പോലെ ഒറ്റ ഉടമ്പടി കൊണ്ട് മിന്നിയില്ലെങ്കിൽ ആൾക്കാർ വണ്ടി വിട്ട് പോകും. അങ്ങനെ പോകുന്ന ഈ ടെമ്പററി ഫെയ്ത്തുള്ള ആൾക്കാരെ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? അതാണ്. പിന്നെ വിഷയം സീരിയസ് ആയിട്ട് കാണും. അതുകൊണ്ടാണ് രേഖ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. രേഖ കാണിക്കണം നിങ്ങൾ പറയുന്ന കാര്യം. ചിലപ്പോൾ ആൾക്കാരെന്താ വെച്ചാൽ പലരും പണ്ടൊക്കെ എന്നെ ഒത്തിരി പറ്റിക്കും. ഭയങ്കര നിലവിളിച്ച് കരഞ്ഞ് ഭയങ്കര നാടകത്തിന് സിനിമയിലൊക്കെ വീട്ടിൽ അഭിനയിക്കാനേക്കാൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരില്ലേ, അവരിങ്ങനെ പദം പറഞ്ഞൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷേ പിന്നെ ഈ ഉടമ്പടിയിൽ ആൾക്കാരെ കാണത്തില്ല. ഉടമ്പടി എടുക്കാൻ തന്നെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് പ്രശ്നം. പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് 3-4 പ്രാർത്ഥന കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്ന് നീ ഉടമ്പടി എടുത്ത് ഇന്ന് കാണും. വിഷയം സീരിയസ് ആയാൽ മതി. അതിൻ്റെ രേഖ കയ്യിലുണ്ടാകണമെന്നേ ഉള്ളൂ. അപ്പം സത്യസന്ധമായിരിക്കണം. ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
ദൈവത്തോടാണ് നിങ്ങൾ ഇടപാട് ചെയ്യണതെന്ന് ഉടമ്പടിയുടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഫ്ലോപ്പ് ഉണ്ടായാൽ, ഞാൻ അതുകൊണ്ടാണ് സ്റ്റുഡൻസിനോട് പറയണത്, മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് പകുതി ആൾക്കാർ ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട്. മുഖത്ത് നോക്കി പറയും, അവർ തോക്കത്തില്ലേ? അതല്ല, അതായത് 1-2 പേർ തോറ്റാൽ അവർ പൊട്ടന്മാരാകരുത്. കാര്യം കർത്താവിനൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അയ്യോ പാപി വിശ്വാസികളുണ്ടല്ലോ, അയ്യോ പാപി വെച്ചാൽ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം ദൈവത്തിനെ സമീപിക്കുന്ന ആൾക്കാർ, അവർ വീണു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ഒരു മുന്നറിവ് കൊടുക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ഒരു ബ്ലഫ്നെസ് കൊണ്ട്, ബ്ലണ്ടർ കൊണ്ട് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചാലും നിങ്ങൾ ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. നിങ്ങൾ അതിൻ്റെ പേരിൽ പ്രാർത്ഥന മുടക്കുകയോ പരിത്യാഗം മുടക്കുകയോ കാരുണ്യപ്രവൃത്തി മുടക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാരുണ്യപ്രവൃത്തി മുടക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ കാരുണ്യപ്രവൃത്തി മുടക്കണ ഒരു ഊണിൻ്റെ കാശ് ചിലപ്പോൾ ലാഭമാകാം, പക്ഷേ 1000 ഊണിൻ്റെ കാശ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്ന് ബ്രാൻഡഡ് ആവും. അതാ പ്രശ്നം. നിങ്ങളിപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയില്ല, അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേര് നിങ്ങൾ ഉടമ്പടി ഉഴപ്പി കാരുണ്യപ്രവൃത്തി നിർത്തി വെച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം? ഒരു 5 ഊണിൻ്റെ ലാഭം കാരുണ്യപ്രവൃത്തി ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പ്രോബ്ലം? ഒരു 50,000 ഊണിൻ്റെ നഷ്ടം വരാൻ പോകുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്നുള്ളത്, കാപട്യം കൊണ്ട് നടക്കുകയാണ്, വയറ്റിപ്പഴപ്പിനെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടി. എന്താ കാര്യം? ഈ സംഭവം നടന്നില്ലെങ്കിൽ പിന്നെ നീ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പിടികൊടുത്തില്ലേ? പിടികൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ നീ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞാലും ദൈവം ഏൽക്കത്തില്ല. കാരണം യു ആർ ബ്രാൻഡഡ് ആസ് എ ഫ്രോഡ്. നിങ്ങൾ പക്ക ഫ്രോഡായിട്ട് നമ്പേഡ് ഫ്രോഡിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻ്റലിജൻ്റാണ്. ഈ വിശ്വാസം വിനിമയം ബുദ്ധിപരമായ നടപടിയാണ്. നാളെ കാര്യം നമുക്ക് പണി വരുന്ന ഒരു തീരുമാനം ഇപ്പോൾ എടുക്കരുത്. ക്ലിയറല്ലേ ഞാൻ പറയണത്? ഇത് ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അങ്ങനെ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് ആയില്ലെങ്കിലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? സ്റ്റെഫ് കണ്ട ഡോക്ടർ പറഞ്ഞ അബോർട്ട് ചെയ്ത് നിൻ്റെ വയറ്റ് മുഴയല്ലേ, കൊച്ചിൻ്റെ ചങ്കിൽ മുഴയല്ലേ, കൊച്ചിൻ്റെ തലേ മുഴയല്ലേ, ഈ കൊച്ചിനെ കിട്ടിയിട്ടെന്ത് കാര്യം? അങ്ങനെ ഡോക്ടർ ചോദിച്ചത്. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? പക്ഷേ സ്റ്റെഫി പറയും, ഈ കൊച്ചിനെ കർത്താവ് എനിക്ക് തരും. അവളെന്താ ചെയ്തിരിക്കണത്? അവൾ ഉടമ്പടി തൈലമെടുത്ത് വയറ്റേ പുരട്ടും. മരുന്നവിടെ തോറ്റില്ലേ? ഉടമ്പടി തൈലമെടുത്ത് വയറ്റേ പുരട്ടും. വയറ്റ് എല്ലാ ദിവസവും പുരട്ടും. ഉടമ്പടി തൈലം തീരുമ്പോൾ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും വയറ്റേ പുരട്ടും. വയറ്റ് ആ 2ാമത്തെ മാസം തൊട്ട് 10ാമത്തെ മാസം വരെ ഉടമ്പടി തൈലം വയറ്റേ പുരട്ടുകയാണ്. എത്ര കുപ്പി ഉടമ്പടി തൈലമുള്ള പുരട്ടി കാണാം. എന്നിട്ട് എന്താണ് അമ്മ ചെയ്തിരിക്കണത്? അമ്മ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ഈസിയായിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു മുഴയുമില്ല. അവളുടെ മുഴയും പോയി, കുഞ്ഞിൻ്റെ ചങ്കിലെ മുഴ പോയി, കുഞ്ഞിൻ്റെ തലയിലെ മുഴ പോയി, ഒരു മുഴയുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുട്ടി. പ്രൈസ് ദി ലോർഡ്. അതാണ് പക്ഷേ സ്റ്റെഫിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെഫി ഒരു ഫ്രോഡായിരുന്നെങ്കിലേ ഈ വിജയിക്കത്തില്ല. കാര്യം എന്താണ്? സ്റ്റെഫിയുടെ ഹിസ്റ്ററി ഉണ്ട്. നമുക്കെല്ലാവർക്കും ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ആയിരിക്കുന്ന കാലത്ത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടർ തന്നെ ചിലപ്പോൾ ഗൈനക്കും ആയിരിക്കും, ചിലപ്പോൾ പീഡിയാട്രിസ്റ്റും ആയിരിക്കും. ആ ഡോക്ടറിനെ തന്നെ നമ്മൾ കുഞ്ഞുള്ള കാലത്തെല്ലാം കണ്ട്, കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോൾ നമ്മുടെ എന്തുണ്ടാവും? ഒരു ഡയറി ഉണ്ടാവും അല്ലേ? ഇത്രയും വലിയ ഡയറിയും കൊണ്ടാണ് ഒരു നടത്തുന്നത്. ആ കുഞ്ഞിന് വേണ്ടി പ്രഗ്നൻ്റ് ആയിരുന്ന ആദ്യത്തെ ആഴ്ച ടെസ്റ്റ് ചെയ്യണ തൊട്ട് എടുത്ത ഡോക്ടർ പിന്നീട് 6 വയസ്സാകുന്ന വരെ എടുത്തിട്ടുള്ള അതായത് ഗൈനക്കിൽ നിന്ന് പീഡിയാട്രിസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു 200 പേജിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടാവും ആ കൊച്ചിന് ചെയ്ത മരുന്നുകളെല്ലാം കൂടി അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടാവും ദൈവത്തിൻ്റെ കയ്യിൽ. എന്താ കാര്യം? സ്റ്റെഫിക്ക് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അവൾ ആദ്യം ഒരു വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിന് ഡോക്ടർ പറഞ്ഞാൽ ഏക്കത്തില്ല. എന്താ കാര്യം? ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവം, ഇനി അതാണ് എനിക്ക് തരാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് പറയും. അതാണ് വിഷയം. ഇനി അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ ദൈവം ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി അതിനെ വളർത്തും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റാണത്. വിശ്വാസത്തിൻ്റെ
പ്രൈമറി സ്കൂളല്ല, ഇത് ഉയർന്ന സ്കൂളാണ്. വിശ്വാസം വളരും തോറും അതിൻ്റെ നിലപാടുകളും നടപടിക്രമങ്ങളൊക്കെ വളരും. ഇതിങ്ങനെ വന്നിട്ട് നമുക്കറിയാമല്ലോ, ഇവരെല്ലാം ഉടമ്പടി ഒരു ജീവിതക്രമമായിട്ട് ദൈവത്തെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർ അനുഭവിച്ച് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ.